എറണാകുളം വടക്കൻ പറവൂരിൽ നിന്നുള്ള തീപിടുത്ത വാർത്തയിലേക്കാണ്. അവിടെ വെടിമറയിലാണ് പ്ലാസ്റ്റിക് ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു തീപിടുത്തം. ഇപ്പോഴും പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടില്ല. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഫയർഫോഴ്സ് നൽകുന്ന വിവരങ്ങൾ? ആൻമരിയ. ഉന്മേഷ്, തീ ഒരു താൽക്കാലികമായി നിയന്ത്രണ വിധേയമാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും തീ അണയ്ക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ ആലുവയിൽ നിന്നടക്കമുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് മാത്രമല്ല, പ്രദേശത്തുള്ള ജനങ്ങളെ, അതായത് അത്യാവശ്യം ആളുകളെല്ലാം താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. പ്ലാസ്റ്റിക് ഗോഡൌൺ ആണ്. ഈ സാധനങ്ങൾ കയറ്റിവിടുന്ന, പ്ലാസ്റ്റിക് കയറ്റിവിടുന്ന ഒരു പ്ലാസ്റ്റിക് ഗോഡൌൺ കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ തീ അണയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഉരുകി പിന്നെയും തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. എന്തായാലും തീ ഇപ്പോൾ താൽക്കാലികമായ ഒരു നിയന്ത്രണ വിധേയമാണെങ്കിലും പൂർണ്ണമായിട്ടും അണയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് വ്യക്തതയില്ല. ഇതുവരെ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഈ തീപിടിക്കുന്ന ഒരു സമയത്ത് ഏകദേശം ഇന്നലെ അർദ്ധരാത്രി ഒരു 12 മണിക്ക് ശേഷമാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ തീ പിടിക്കുന്ന സമയത്ത് അവിടെ ജീവനക്കാരുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് ജീവനക്കാർ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് കൊണ്ടാണ് വലിയൊരു ദുരന്തം ഉണ്ടാവാതിരുന്നത്. നിരവധി ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. എന്തായാലും തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. തീ ഒരു താൽക്കാലികമായി നിയന്ത്രണ വിധേയമാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും അണയ്ക്കാനും സാധിച്ചിട്ടില്ല. ഉന്മേഷ്. ശരി, ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.